വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി പോലുള്ള പല ക്രിയേറ്റീവ് വർക്കുകളിലും ഓരോ വർഷം കഴിയുന്തോറും വളരെ വലിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ ഈ പറഞ്ഞ DSLR മിറർലെസ് ക്യാമറയിലൊക്കെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗിംബിൾസ് ഉപയോഗിക്കാറുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം ഈ ഒരു കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു ട്രെൻഡാണ് ഇതുപോലെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്യാമറ അല്ലെങ്കിൽ എക്യുപ്മെൻസിൽ നിന്നൊക്കെ മാറി നിസ്സാരം ചെറിയ സ്മാർട്ട് ഫോൺസിൽ നിന്ന് നമ്മളിപ്പം ഈ പറഞ്ഞ വീഡിയോസും സിനിമാറ്റിക് വീഡിയോസും അതിനനുസരിച്ചുള്ള പല ഗിംബിൾസും ഇതിലേക്ക് വരാൻ തുടങ്ങിയത്. സ്മാർട്ട് ഫോൺ ഗിംബിൾസ് തന്നെ പല ടൈപ്പിലും വെറൈറ്റീസിലുള്ള ഗിംബിൾസ് ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI ടെക്നോളജി ഉപയോഗിച്ച് കൊണ്ടുവന്ന അല്ലെങ്കിൽ ടെക്നോളജിക്കലി വളരെ വലിയ അഡ്വാൻസ്മെൻറ്റ്സ് കൊണ്ടുവന്ന ഒരു ഗിംബിളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങൾ ഓൾറെഡി കണ്ട പോലെ തന്നെ Insta360യുടെ ഫ്ലോ എന്ന് പറയുന്ന ഗിംബിളാണിത്. ഇത് മലയാളത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ Insta360യുടെ അൺബോക്സിംഗ് ആൻഡ് ഡീറ്റെയിൽ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാണ് Insta360 ഫ്ലോയുടെ ആ ഒരു ബോക്സ് എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ അതിൻ്റെ ഇമേജ് റൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഇതിൻ്റെ കുറച്ച് ഇൻഫർമേഷൻ ഈ ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളത് കാര്യങ്ങളുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. ഈ സൈഡിൽ നിന്നാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള സംഗതികൾ. സൈഡിൽ നമുക്ക് കുറച്ചൊരു മാനുവൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് US നിന്നാണ്. ഇത് ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആണ് നിലവിൽ. പക്ഷേ ഇത് പ്രീ ഓർഡർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഞാൻ നോക്കിയിട്ട് കണ്ടുള്ളൂ. നമുക്ക് 360യുടെ പേജിലും അതോടൊപ്പം തന്നെ ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇത് നമുക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കും. പക്ഷേ പ്രീ ഓർഡറേ ഉള്ളൂ, കാരണം സ്റ്റോക്ക് അവൈലബിലിറ്റിയുടെ കുറവാണെന്ന് തോന്നുന്നു. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ ഗിംബിൾ. ഇത്രേ ഉള്ളൂ സംഗതി. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഗിംബിൾ എന്ന് പറയുന്നത് 2 കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ ഓർഡർ ചെയ്തത് വൈറ്റ് അല്ല, ഇത് സ്റ്റോൺ ഗ്രേ എന്ന് പറയുന്ന ഒരു കളറാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത് വൈറ്റ് അല്ല, ഇച്ചിരി ഡള്ളായിട്ടുള്ള ഒരു ഗ്രേ കളറാണ്. ഇനി നമുക്കിത് സൈഡിൽ വെക്കാം. ഇനി ഈ ഒരു ബോക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. ചൈനീസിലും ഇംഗ്ലീഷിലും കുറേ കാര്യങ്ങളും വാറണ്ടി കാർഡ്, Insta360യുടെ സേഫ്റ്റി ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെയാണ്. അത് മാറ്റി വെച്ച് കഴിയുമ്പോൾ പിന്നെ ഉള്ളത് നമുക്ക് ഇത് മാഗ്നറ്റിക് ക്ലാമ്പാണ്. നമ്മുടെ ഐഫോൺ അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ ഇതിലാണ് ക്ലാമ്പ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് നമ്മളുടെ ഒരു കേസാണ്. കേസ് മീൻസ് റബ്ബർ ഗ്രിപ്പാണിത്. ഈ ഒരു ഗിംബിളിലേക്ക് നമുക്ക് അഡീഷണൽ അറ്റാച്ച്മെൻ്റ് ആയിട്ട് ഇത് ആഡ് ചെയ്യാൻ സാധിക്കും. കാരണം നമുക്ക് കുറച്ച് ലോങ് ടൈം നിങ്ങൾ ഷൂട്ടൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രിപ്പ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ ഉള്ളത് ഈ ഒരു ഗിംബിള് സൂക്ഷിക്കാനുള്ള ഒരു പൗച്ചാണ്. അപ്പോൾ ഇനി നമുക്കിത് സെറ്റപ്പ് ചെയ്യാം. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു മാഗ്നറ്റിക് അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുക, ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ടാൽ മതി. സിമ്പിളാണ്, ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ഡിവൈസ് എടുക്കുക. ഡിവൈസിൻ്റെ ഇതിലും ഒരു സ്റ്റിക്കറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് പീൽ ചെയ്ത് കളയുക. അറ്റാച്ച് ചെയ്യുന്നതിന് ശേഷം നമുക്കിവിടെ കുറേ മാർക്കിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, എങ്ങോട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മളപ്പം ഇത് ഇങ്ങോട്ട് തിരിച്ച് ചെയ്യുമ്പം ഇത് ഓട്ടോമാറ്റിക്കലി ഓണായി. സാധനം ഇപ്പോൾ ഓണാണ്. ഇതുകൊണ്ടാണ് പറയുന്നത് ഇത് 1 സ്റ്റെപ്പ് ഡിപ്ലോയ്മെൻറ്റ് മെക്കാനിസം ആണ്. കാരണം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സാധനം ആക്റ്റീവ് ആവും. ഇനി ഇത് ചെയ്ത് കഴിയുമ്പോൾ വേണമെന്നുള്ളവർക്ക് നമുക്ക് ഈ ഒരു ഗ്രിപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഗ്രിപ്പ് ഇടാൻ വളരെ ഈസിയാണ്. ജസ്റ്റ് ഇതിലേക്ക് സ്ലൈഡിങ് ചെയ്ത് കൊടുക്കുക. ഓൺ ആക്കി വെച്ചുകൊണ്ട് നമ്മൾ ഈ ഗ്രിപ്പ് ഇടല് എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഈസിയാണ്. ഇനി ഡിവൈസിൻ്റെ ഡിസൈൻ ആൻഡ് ഡീറ്റെയിൽസിലേക്ക് വരുമ്പം ആദ്യം നമ്മളെ കണ്ണുപെടുന്ന ഒരു ഏരിയയാണ് ഈ ബാക്കിലുള്ള ഏരിയ. കാരണം ഇതിൽ നിങ്ങൾക്ക് കാണാം വളരെ വ്യക്തമായിട്ട് തന്നെ ഇതിൻ്റെ ഇൻറ്റേർണൽസിൽ കൊടുത്തേക്കുന്ന ചിപ്പും അതിൻ്റെ ഓരോ ഡീറ്റെയിലിങ്ങും ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു ഗിംബിളിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏറ്റവും സൗകര്യമായിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ബോട്ടം ഏരിയ ആണ്. കാരണം മറ്റൊരു ഗിംബിളിലും ഇല്ലാത്തൊരു സൗകര്യം നമുക്ക് ഈ ഒരു ഗിംബിളിലുണ്ട്. അതായത് ഇതിൻ്റെ ബിൽട്ടിൻ ആയിട്ടുള്ള ഒരു ട്രൈപോഡ് സെറ്റപ്പ് ഇതിലുണ്ട്. അതായത് നമ്മളിവിടെ കാണുന്ന ഈ ഒരു ബോട്ടം പ്ലേറ്റ് താഴത്തേക്ക് സ്ട്രെച്ച് ചെയ്യാം. അവിടെ നിന്ന് വീണ്ടും നമ്മളൊരു താഴത്തേക്ക് പുൾ ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം എക്സ്റ്റെൻഡ് ചെയ്ത് വരും. ഇത് അതിൻ്റെ ലെഗാണ്, ഈ ട്രൈപോഡ് ലെഗുകൾ. അതിന് ശേഷം ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈപോഡായിട്ട് ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഒരു സൗകര്യം മറ്റൊരു ഗിംബിളിലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇതുപോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നത്. കാരണം നമുക്ക് ചില സമയങ്ങളിൽ എവിടെയെങ്കിലും വെച്ചുകൊണ്ട് നമുക്കിത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ ബാക്കിയുള്ള എല്ലാ ഗിംബിൾസിലും വരുന്ന പോലെ ഈ ഒരു യൂണിവേഴ്സൽ മൗണ്ട് നമുക്ക് അറ്റാച്ച്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മറ്റൊരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ട്രൈപോഡോ തന്നെ നമുക്കിതിൽ അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ ഗിംബിളിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ പോർട്ട്സ്. നമുക്ക് ഈ ഒരു ഡയലിന് സൈഡിലായിട്ട് നമുക്കൊരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. USB Type-C പോർട്ടാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഇൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ഒരു പോർട്ടിലൂടെയാണ് നമ്മളിത് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഈ ഒരു ഗിംബിൾ ചാർജ് ചെയ്യുന്ന ഈ ഒരു പോർട്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഏകദേശം 2900 mAh ഒരു ബാറ്ററിയാണ് ഈ ഒരു ഗിംബിളിൽ ഇൻസ്റ്റ കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു പോർട്ട് വരുന്ന ഏരിയ ആണ് നമുക്കിത് ഈ ഒരു ടോപ്പിൽ നമ്മളുടെ ആ ഒരു മാഗ്നറ്റിക് ലാച്ചിൻ്റെ ആ ഒരു ഏരിയയിൽ നമുക്കിവിടെ ഒരു USB Type-C പോർട്ട് വരുന്നുണ്ട്. ഇത് ഔട്ട് പോർട്ടാണ്. ഇതെന്തിനാണെന്ന്
വെച്ചാൽ നമുക്ക് 2 പർപ്പസുകൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ലൈറ്റ് അറ്റാച്ച്മെൻറ്റ്സ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് പവർ ചെയ്യാൻ നമുക്ക് ഈ ഒരു പോർട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്കിനി ഇൻ കേസ് നമ്മളുടെ ഐഫോണിൻ്റെ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി തീരാറായെന്ന് വെച്ചു, ആ സമയത്ത് നമുക്ക് ഡിവൈസ് ഒന്ന് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഔട്ട് പോർട്ട് വഴി ചാർജ് എടുത്ത് ഇതിലേക്ക് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺസ് നമുക്ക് ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഫൈനലി ഈ ഗിംബിളിന് മാത്രമുള്ള മറ്റൊരു പ്രത്യേകത ഞാൻ പറയാം. ഇത് നമുക്കിത് ഈ ഒരു ഹെഡ് പോർഷൻ ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ നമ്മൾ നീട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ സെൽഫി സ്റ്റാൻഡായിട്ടോ അല്ലെങ്കിൽ കുറച്ച് റേഞ്ചിൽ നമുക്ക് വെച്ചുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡിവൈസിൻ്റെ ഓവറോൾ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഡിസൈനും ഈ ഒരു ഫീച്ചേഴ്സും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന 15,000 to 18,000 ഇന്ത്യൻ റുപ്പീസിനകത്ത് വരുന്ന ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു ഗിംബിൾ വേറെ ഒന്നും തന്നെ ഇല്ല. ആൻഡ് ഇനി നമുക്ക് ഈ ഒരു ഗിംബിൾ നമ്മുടെ ഡിവൈസുമായിട്ടൊന്ന് സെറ്റപ്പ് ചെയ്യാം. കാരണം ഇത് ഗിംബിൾ ഇതിൻ്റെ ഫുൾ ഫങ്ഷണാലിറ്റിയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ Insta360 ആപ്പ് വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ചെയ്യേണ്ടതിന് മുന്നേ നമ്മൾ ഈ ഒരു ഡിവൈസ് നമ്മളുടെ ഏത് ഫോണായാലും നമ്മൾക്ക് ഈ ഒരു ഗിംബിളുമായിട്ട് ബാലൻസ് ചെയ്യണം. കൃത്യമായിട്ട് അത് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഈ ഗിംബിളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കട്ടിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കട്ടിങ് അപ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ഈ ഒരു കട്ടിങ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ബാലൻസ് ആകത്തില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഈ ഒരു കൃത്യമായിട്ടുള്ള ലാച്ചിലാണ്, ആ ഒരു കട്ടിങ്ങിലാണ് ഇത് കയറി ഇരിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. വൺസ് അത് സെറ്റായി കഴിഞ്ഞിട്ട് ഇനി നമ്മളിത് പവർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ബാലൻസ് ആയിക്കോളും. കണ്ടോ, അത് നേരെയാണ് ഇരിക്കുന്നത്. നമ്മളുടെ സ്മാർട്ട് ഫോൺ അതിൽ നേരെ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇത് സെറ്റപ്പ് ചെയ്യാം. സെറ്റപ്പ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് Insta360 ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. ഇവിടെ നമ്മളിപ്പം Insta360 ആ ഒരു ആപ്പ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് അല്ലെങ്കിൽ പെർമിഷൻസ് എനേബിൾ ചെയ്യാൻ കാണിക്കും. പവർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ഫ്ലോ ഡിക്റ്റേറ്റ് ആയിട്ടുണ്ട്. കണക്ട് എന്നുള്ളത് ടാപ്പ് ചെയ്യുക. പെയർ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്കൊരു ഫേംവെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാം ആ ഒരു ഫേംവെയർ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പ്ലീസ് റീകണക്ട് ദ ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. അപ്പോൾ ഈ ആക്ടിവേഷൻ എന്ന് പറയുന്നതോട് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ രജിസ്റ്റർ നൗ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. കാരണം നമുക്ക് ഇത് ഡിവൈസ് രജിസ്റ്റർ ചെയ്യണം. വൺസ് അത് സെറ്റപ്പ് ആയി കഴിയുമ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മുടെ ആപ്പ് വരുന്നത്. അതിൽ ക്യാമറ എന്ന് കാണിച്ചേക്കുന്ന ഐക്കണിൽ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാമറ, ഇതാണ് Insta360 ക്യാമറ, ഇതിലേക്ക് പോകും. ഇതിൽ നമുക്ക് എല്ലാ മാനുവൽ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കൊക്കെ പിന്നീട് നമുക്ക് വരാം. ഈ ഒരു ആപ്പിനെ പറ്റി പറയുവാണെങ്കിൽ ഈ ഒരു ആപ്പ് അടിപൊളിയാണ്. നമുക്ക് ഇതിൽ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാം, ഇതിൽ തന്നെ എഡിറ്റ് ചെയ്യാം, ഇതിൽ തന്നെ അപ്ലോഡിങ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഗിംബിളിനകത്ത് പ്രധാനപ്പെട്ട 4 മോഡുകളെ പറ്റിയാണ്. ഇതിൽ തന്നെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ഓട്ടോ, 2 ഫോളോ, 2 പാൻ ഫോളോ ആൻഡ് അവസാനത്തെയാണ് FPV. അതായത് നമ്മൾ ഡ്രോണുകളൊക്കെ കണ്ടിട്ടില്ലേ, FPV ഡ്രോൺസ്, അതിൻ്റെ ഒരു മോഡിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡ്രോൺ വഴി വീഡിയോസ് എടുത്ത പോലെ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനത്തെ പ്രധാനപ്പെട്ട 4 മോഡ്സാണ് ഇതിലുള്ളത്. ഇനി നമുക്കിവിടെ കാണുന്ന ഈ മോഡുകൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ സ്വൈപ്പ് ചെയ്താൽ മതി. ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡയലിൽ കൂടെ സ്വൈപ്പ് ചെയ്യുമ്പം ഇങ്ങനെ മോഡുകൾ മാറുന്നതായിരിക്കും. കൃത്യമായിട്ട് നമ്മളൊന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് ഓരോ മോഡിലേക്കും മാറാൻ സാധിക്കുന്നതാണ്. ഇത് കൂടാതെ നമുക്ക് മോഡുകളുണ്ട് ഇതിനകത്ത്. അതാണ് ലോക്ക്ഡ് മോഡ്, അതേപോലെ തന്നെ നമുക്ക് ആക്റ്റീവ് പ്ലസ് മോഡ്, പനോറാമ, ടൈം ഷിഫ്റ്റ്, മോഷൻ ടൈം ലാപ്സ്, അതോടൊപ്പം തന്നെ ഡോൾബി സൂം എന്ന് പറഞ്ഞ ഇത്രയും മോഡുകൾ ഇതിനകത്തുണ്ട്. ഇനി ഈ ഒരു ഡിവൈസിനകത്ത് ഏറ്റവും അഡ്വാൻസ് ഫീച്ചറാണ് നമുക്ക് ഇതിനകത്ത് AI ട്രാക്കിംഗ് എന്ന് പറയുന്നത്. അത് എനേബിൾ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഞാനിത് നമുക്കിത് ലോക്ക് ചെയ്യാം. ഈ ഒരു ബാക്കിലുള്ള ട്രിഗർ വഴിയാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത്. ജസ്റ്റ് അതിൽ പ്രസ് ചെയ്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാക്കിംഗ് ലോക്ക് ആവും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു പച്ച മാർക്കിങ് വന്നേക്കുന്നത് കാണാൻ സാധിക്കും. ഇതിപ്പോൾ ലോക്കായി. ഇനിയിപ്പോൾ ഞാൻ എങ്ങോട്ട് ഫേസ് മാറ്റിയാലും നമ്മളുടെ ഗിംബിൾ അതിനനുസരിച്ച് താഴേക്കും മേളിലേക്കും സൈഡിലേക്കും ഒക്കെ വരുന്ന കാണാൻ സാധിക്കും. അതാണ് ഈ ഒരു ഓട്ടോ ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഇനി അത് ഡിസേബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അതുപോലെ തന്നെ ആ ഒരു ട്രിഗറിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയി, ആ ട്രാക്കിങ് ഡിസേബിൾ ആയി. പിന്നെ ഉള്ളത് നമ്മളെ ക്യാമറ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മളുടെ സ്റ്റാർട്ട് റെക്കോർഡിംഗ് ബട്ടൺ. പിന്നെ താഴെ കാണുന്നത് നമ്മളുടെ പവർ ഓഫ് ബട്ടൺ, സൈഡിലുള്ളത് ക്യാമറ സ്വിച്ച് ചെയ്യുന്ന ബട്ടൺ, ഏറ്റവും മേളിലുള്ള ഏത് മോഡിലാണ് എന്നറിയാൻ. പിന്നെ ഈ സൈഡിൽ കാണുന്ന ഈ ഒരു വീല്, ഇതാണ് നമ്മുടെ സൂമിംഗ് റേഞ്ച്. അതായത് നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റിംഗ് ഉപയോഗിച്ച് നമുക്ക് സൂം ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. സൂം ചെയ്യുന്നത് ഈ റിംഗ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സൂം ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഇനി ക്യാമറ ഫ്ലിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്താൽ ക്യാമറ നമുക്ക് ഇത് ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ക്യാമറ ഫ്ലിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിംഗിൾ ടാപ്പാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒരു ഒറ്റ സിംഗിൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ ആവും. പിന്നെ ഒറ്റ സിംഗിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ഫേസിംഗ് ആവും. ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് ഹൊറൈസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ മോഡിലേക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സെറ്റപ്പും ഇതിൻ്റെ ഫീച്ചേഴ്സും ഫങ്ഷണാലിറ്റീസും പറയുന്നത്. ഇത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും വെരി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗെയിൻ, ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.